ചൂരന്മല വില്ലേജിന്റെ അവിടെയാണ്. അവിടുന്ന് നമ്മളെ വീടിന്റെ അവിടെ നിന്നാണ് ഇപ്പോൾ 10-39 ബോഡികൾ കിട്ടിയത്. ഇപ്പോൾ കിട്ടിയത് ഞാൻ ഇതേമാതിരി രാത്രി വീട്ടിൽ നിന്ന് ഒരു പെട്ടെന്നൊരു ഒച്ച കെട്ടിന ഞെട്ടി ഉണർന്നത്. കാരണം ഈ മണ്ണിന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ടോർച്ച് എടുത്ത് പോയി അടിച്ചു നോക്കുമ്പോൾ നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഞെട്ടിച്ചുകൊടുക്കുന്നത്. അമ്മേനെയും കുട്ടികളെയും പെണ്ണുങ്ങളെയും മക്കളെയൊക്കെ എണിപ്പിച്ച് ഞാൻ തൊട്ട് മേലെ വീടുന്നുണ്ട്. മുകളത്തെ വീട്ടിൽ കയറ്റിയിരുത്തി. പിന്നെ അടുത്ത ഒരു സെക്കൻഡിലാണ് അടുത്ത പൊട്ട് വരുന്നത്. ആ പൊട്ടിലാണ് ഭയങ്കര ശബ്ദത്തെ 2-2.5 ആയിട്ടുണ്ടാവും ആ പൊട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താക്കി, ഇവരൊക്കെ കയറ്റി നിർത്തി. ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ഞാൻ പ്ലാസ്റ്റിക് ഇട്ട്, നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ വേറെ വില്ലേജിൻ്റെ അവിടേക്ക് പോയി. കാരണം അവിടെയാണ് ഞങ്ങളെ വഴി വരുന്നത്. ആ വഴീനോട് പോയി നോക്കുമ്പോൾ എൻ്റെ ഏകദേശം വില്ലേജ് മൂടി കിടക്കുന്നുണ്ട് വെള്ളം. നമുക്ക് അക്കരെ കിടക്കാൻ പറ്റില്ല. പിന്നെ രാവിലെ വരെ അവിടെ നിൽക്കുക ചെയ്ത്. അപ്പോൾ നമുക്ക് പറയാൻ വെച്ചാൽ ഇത് സംഭവം എല്ലാം നടന്നു പോയി, സംഭവങ്ങൾ ഗൗരവമാണ്. ഇനി അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇനി എല്ലാവർക്കും പുനർനിർമ്മിക്കണം. വീട് പുനർനിർമ്മാണ പ്രധാന വഴി. അല്ലാതെ ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ അവിടെ നിന്നാൽ തന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇനിയിപ്പോൾ അവിടെ കുറഞ്ഞ വീടുകളുള്ളൂ. അത് നിങ്ങൾ കണ്ടതല്ലേ, വില്ലേജിന്റെ റോഡും അതിന്റെ താഴത്തുള്ള വീടുകളും എല്ലാം നശിച്ചുപോയി. ഇവിടെ ഉറ്റവർ നഷ്ടപ്പെട്ട വേദന അത് ജീവിതകാലത്ത് മാറാൻ പോകുന്നില്ല, ഒരിക്കലും മാറില്ല. ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ആ വേദന ഉള്ളവരെല്ലാം കൂടി ഒരുമിച്ച് ഒരിടത്ത് താമസിക്കണം. അതല്ല വേറെ ഞാനും ആഗ്രഹിക്കുന്നത്. നമ്മളെ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് എല്ലാം ഒന്നിച്ച് കിട്ടണം. ഇതിപ്പോൾ എല്ലാവരും പല സ്ഥലത്തും ആയിപ്പോയി. ഇനി ഒറ്റപ്പെട്ട ഇത് പുത്തുമല പോലെ ആകരുത്. കാരണം പുത്തുമല ടൗൺഷിപ്പാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ ആകണം. എല്ലാവർക്കും ടൗൺഷിപ്പ്. അതായത് പുത്തുമല തന്നെ ഇതേപോലെ സംഭവിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു. 10 ദിവസം എല്ലാ വാഗ്ദാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാം പോയി. പിന്നെ ഒന്നും കിട്ടിയില്ല. കുറേ വീട്ടുകാർ ഇപ്പോഴും ആ പുത്തുമല ഇടിഞ്ഞ സൈഡ് ഉണ്ടല്ലോ, ഇടിഞ്ഞ സൈഡിൻ്റെ അവിടെ ഇപ്പോഴും ഉണ്ട് 3-4 വീട്ടുകാർ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അങ്ങനെ ആകരുത് ഒരിക്കലും. എന്തായാലും പുനർനിർമ്മിക്കണം, വിടണം എല്ലാവരും.